റിയൽമിയുടെ റിയൽമി 14X 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ സാധാരണ കാണാത്ത പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസപ്പോയിന്റിംഗ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ചില ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 14X 5G എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പം ആദ്യം തന്നെ ഈ ഒരു ഫോണിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പൊതുവേ നമുക്ക് IP69 റേറ്റിംഗ് ഒന്നും ലഭിക്കാറില്ല. പൊതുവേ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിലൊക്കെയാണ് IP68 അതുപോലെ തന്നെ 69 റേറ്റിംഗ് ഒക്കെ വരാറ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ IP69 റേറ്റിംഗ് വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ MIL STD 810Hന്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിന് ലഭിച്ചിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. അപ്പം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് എന്നൊക്കെ പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ വരുന്നുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് തന്നെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം അതാണ് എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ക്യാമറ സെറ്റപ്പ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പം 50 MP 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഫോണിൻ്റെ പിന്നിൽ വരുന്നത്. ഇത് OmniVision OV50Dയുടെ സെൻസറാണ്. പിന്നെ ഒരു AI സെൻസറും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇത് അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷനാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നൊന്നും പറയാൻ പറ്റില്ല. ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫ്രണ്ടിൽ 8 MP മാറ്റിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 16 MP കൊടുക്കായിരുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. ആവറേജ് ആയിട്ടുള്ള ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 197 ഗ്രാമാണ്. 6000 mAh ബാറ്ററി ഉണ്ടായിട്ടും വെയിറ്റ് 197 ഗ്രാമിൽ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ള നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 7.94 mm ആണ്. തിക്നെസ്സും ഇത്രയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 6000 mAh ബാറ്ററി ഉണ്ടായിട്ടും. പിന്നെ ഈ ഫോണിന്റെ ക്രിസ്റ്റൽ ബ്ലാക്ക്, ഗോൾഡൻ ഗ്ലോ അതുപോലെ തന്നെ ജ്വൽ റെഡ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ബിലോ ആവറേജ് എന്നും പറയാവുന്നതാണ്. അത്ര മികച്ചതൊന്നുമല്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം CMF Phone 1 ഒക്കെ വരുന്നുണ്ട് ഇതേ പ്രൈസ് റേഞ്ചിൽ. അതിൽ MediaTek Dimensity 7300 പോലുള്ള പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. അത് ഇതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. അതുമാത്രമല്ല റിയൽമിയുടെ തന്നെ റിയൽമി നാർസോ 70 ടർബോ എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 15,000-ന് കുറച്ച് മുകളിൽ വരുന്ന ഒരു പ്രൈസ് റേഞ്ചിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിലും ആ ഒരു പ്രോസസ്സർ വരുന്നുണ്ട്. അത് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഗെയിമിങ്, പെർഫോമൻസ് ഇതൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നോക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ താഴെ വരുന്ന MediaTek Dimensity 7050 എന്ന പ്രോസസ്സറും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. അപ്പം പ്രോസസ്സർ അത്ര മികച്ചൊരു പ്രോസസ്സറൊന്നുമല്ല, ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ്. പിന്നെ 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 9ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിംസിലോട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്മേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് ആ റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 10GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എയർ ജസ്റ്റേഴ്സ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഫോണിൽ ടച്ച് ചെയ്യാതെ തന്നെ ചില ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന പരിപാടി ഫോണിൽ ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഫോൺ നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. 3.5 മോഡി ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ.
അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഫോണിൽ നമ്മൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ മിസ്സിംഗ് ആണ്. പിന്നെ അതിനേക്കാൾ എനിക്ക് ഡിസപ്പോയിൻറ്റിംഗ് ആയി തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ഇതിൽ വരുന്നുള്ളൂ. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. ഇപ്പോഴത്തെ ഒരു ഇതിൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുൾ HD റെസൊല്യൂഷൻ എന്നുള്ള കാര്യം. അതിവിടെ മിസ്സിംഗ് ആണ്. പിന്നെ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ പല ഫോണുകളിലും ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ മാത്രമല്ല, ഇപ്പം റിയൽമിയുടെ നാർസോ 70 ടെർബോ ഇതുപോലുള്ള ഫോണുകളിലൊക്കെ ഫുൾ HD റെസൊല്യൂഷൻ്റെ കൂടെ AMOLED ഡിസ്പ്ലേയും കൂടി വരുന്നുണ്ട്. ഇതിൽ അതൊന്നുമില്ല, LCD പാനലേ വരുന്നുള്ളൂ. അപ്പം വെറും HD റെസൊല്യൂഷൻ വരുന്ന LCD പാനലാണ് വരുന്നത്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ റിയൽമി 12Xന്റെ സക്സസർ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. റിയൽമി 12X 5Gയിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് അവരൊരു ഡൗൺ ഗ്രേഡും വരുത്തിയിട്ടുണ്ട്. അപ്പം ഡിസ്പ്ലേയിൽ അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 625 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസപ്പോയിൻറ്റിംഗ് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. 8GB റാം വെർഷൻ്റെ വില വരുന്നത് 15,999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് സെയിൽ നടക്കുന്നത്. പിന്നെ ഇനീഷ്യലി ചില ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000 രൂപയുടെ ഓഫറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചില ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ MIL STD 810Hന്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നല്ല ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറേ കോംപ്രമൈസുകളും വരുന്നുണ്ട്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നെഗറ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ പ്രോസസ്സർ അത്ര മികച്ചൊരു പ്രോസസ്സറും അല്ല. അതുപോലെ തന്നെ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം 2-3 പോസിറ്റീവ്സ് ഇതിലുണ്ടെങ്കിലും വലിയ കുറച്ച് നെഗറ്റീവ്സ് ഇതിൽ വരുന്നുണ്ട്. ഡിസ്പ്ലേ, പ്രോസസ്സർ ഇതൊക്കെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. സിംഗിൾ സ്പീക്കർ എന്നുള്ളതും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ അത്ര മികച്ചൊരു ഫോൺ എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം IP69 റേറ്റിംഗും MIL STD 810Hന്റെ സർട്ടിഫിക്കേഷനൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഫോൺ എപ്പോഴും വെള്ളത്തിലിട്ടൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അതിനേക്കാൾ നമുക്ക് ആവശ്യം നമ്മൾ ഡെയിലി ഇൻട്രാക്ട് ചെയ്യുന്ന ഡിസ്പ്ലേ, അതുപോലെ തന്നെ നമ്മൾ സൗണ്ട് കേൾക്കുന്ന സ്പീക്കേഴ്സ്, പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പ്രോസസ്സർ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അവിടെയൊക്കെ കോംപ്രമൈസുകളും വരുത്തിയിട്ടുണ്ട്. അപ്പം IP69 റേറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. ബാറ്ററി നല്ല ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. പക്ഷേ പല കോംപ്രമൈസുകളും വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഫോണ് അത്ര മികച്ചതാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ ഒരു അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.